എന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തത് ഫീമെയിൽ ആർട്ടിസ്റ്റുകളായിരുന്നു ആ ബിഗിനിങ് സമയത്തൊക്കെ. ഇത് ഫുഡിന്റെ കാര്യത്തിനൊക്കെ എന്നെ ഇൻസൾട്ട് ചെയ്തു. എറണാകുളത്ത് ഇങ്ങനെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഇങ്ങനെ ഫുഡ് എന്താ പറയാൻ വേണ്ടി വന്നപ്പം അവര് നമ്മുടെ കാതിൽ വീഴുന്ന രീതിയിൽ പുതിയ ആൾക്കാരൊക്കെ അല്ലേ, എന്തിനാ അതിന്റെ ആവശ്യം, കരിമീൻ കഴിച്ചില്ലെങ്കിൽ ഇറങ്ങില്ലേ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് വല്ലാതെ എൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഫുഡിന്റെ കാര്യത്തിലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വല്ലാതെ ഹേർട്ടാവും. അപ്പം അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോള് ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അമ്മ നേരെ അവിടെ എറണാകുളത്ത് ഗ്രാൻഡ് ഹോട്ടലിൽ അവിടെ പോയിട്ട് ഒരു 4-5 കരിമീൻ വാങ്ങിച്ചോണ്ട് കഴിച്ച് ഇതാക്കി. അത് ഇവര് ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി ഒരു സ്റ്റുഡിയോയിൽ വന്നു. സ്റ്റുഡിയോയിൽ വന്നപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയം അപ്പൊ നമ്മുടെ മേക്കപ്പ് റൂമിൽ വെളിയിൽ ആൾക്കാരും 10 പേര് അങ്ങനെയൊക്കെ നിൽക്കണോ. ഡ്രസ്സിംഗ് ചെയ്തിട്ട് വെളിയിലോട്ട് വന്നപ്പോൾ അവരിങ്ങനെ ഇവിടെ നിൽക്കണോ. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിവിടെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇല്ല എനിക്ക് മേക്കപ്പ് റൂമില്ല ഇരിക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മറ്റേ ഇതിൽ ഫ്ലാഷ് ബാക്ക് പോകുമല്ലോ, അതൊക്കെ ഇങ്ങനെ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഷോർട്ട് വേണ്ടിയാണ് ചേച്ചി അകത്തിരിക്കുമെന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ച് ഞാൻ കൊണ്ടുപോയി എൻ്റെ റൂമിനകത്ത് ഇരുത്തിയിട്ട് ഞാൻ എൻ്റെ അസിസ്റ്റൻ്റ് അടുത്ത് പറഞ്ഞു അവരുടെ അസിസ്റ്റന്റ് വന്നിട്ടില്ലായിരുന്നു, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും, അവരുടെ അസിസ്റ്റന്റ് വരുന്നവരെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പറഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് ഞാൻ പോയി. മധുരമായ പ്രതികാരം.